വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വിവാദങ്ങൾക്കിടെ പി.വി. അൻവർ എം.എൽ.എ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ADGP M.R. അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പി.വി. അൻവർ മുഖ്യമന്ത്രിക്ക് തെളിവ് കൈമാറിയേക്കും. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ കഴിയുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പി.വി. അൻവർ കടന്നിട്ട് കൂടിക്കാഴ്ച തുടരുകയാണെന്ന് കരുതുന്നു. KT ജലീലും അവിടെ എത്തിയെന്ന് തോന്നുന്നു. അതിനിടയിൽ ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഷഫീദ വിശദാംശങ്ങൾ? KT ജലീൽ ഇപ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹവും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിഷയത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. ഇതിൽ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇതിനോടകം ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു പരസ്യ പ്രതികരണം KT ജലീൽ MLA ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇല്ല, അദ്ദേഹം കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഷഫീദ്, കേൾക്കാമെങ്കിൽ KT ജലീലിനെയും ദൃശ്യങ്ങളിൽ കണ്ടു. അദ്ദേഹം കൂടുതലൊന്നും പ്രതികരിക്കാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി.വി. അൻവർ MLA കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. എന്തൊക്കെയാണ് ഷഫീദ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്നു KT ജലീൽ. അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ കണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെ അദ്ദേഹം വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹവും മുഖ്യമന്ത്രിയെ കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള സൂചനകളായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു മുഖ്യമന്ത്രിയെ കണ്ടോ എന്ന്. പക്ഷേ അദ്ദേഹം മൗനിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ കളമൊരുങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കുമൊക്കെ കളമൊരുങ്ങുന്നുണ്ട്. പി.വി. അൻവർ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്, ചർച്ച നടത്തുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ ഉന്നയിച്ച ആരോപണ ശരങ്ങളുണ്ട്. അത് ആഭ്യന്തര വകുപ്പിനെതിരെയായിരുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയായിരുന്നു, ലോ ആൻഡ് ഓർഡർ ADGP M.R. അജിത് കുമാറിനെതിരെയായിരുന്നു, പത്തനംതിട്ട SP ആയ സുജിത് ദാസിനെതിരെയായിരുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെതിരെ പി.വി. അൻവർ നടത്തിയ ആരോപണ ശരങ്ങളുണ്ട്. ആരോപണ ശരങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ നേരിട്ടിറക്കിയ ഒരു പ്രത്യേക അന്വേഷണം ആ അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പി.വി. അൻവറിന് അതൃപ്തികൾ പലതാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം അത് വേണം എന്നുള്ളതായിരുന്നു പി.വി. അൻവർ ഇന്നലെ പോലും വാർത്താ സമ്മേളനത്തിന്റെ അവസാനം അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നുള്ള വിവരം അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം തിരക്കിട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിലും സർക്കാരിലും പാർട്ടിയിലും ഒക്കെ നടന്നു. അതിനുശേഷം തൽക്കാലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് M.R. അജിത് കുമാറിനെ മാറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച ഒരു ഫോർമുല കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് M.R. അജിത് കുമാറിനെ മാറ്റിയാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഒഴിവാക്കുക, ആ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കുക. അങ്ങനെ P. ശശിയെ മാറ്റേണ്ട സാഹചര്യം വന്നാൽ ഈ പോലീസ് തലപ്പത്ത് വലിയ തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ക്രിമിനൽ സംഘം എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണത്തിന് കൈയടിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായി പോകും. അത് പ്രതിപക്ഷത്തിന് അവർക്ക് സർക്കാരിനെ അടിക്കാൻ വെട്ടിവെച്ച് കൊടുക്കുന്ന ഒരു വടിയായി പോകും എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. ഒരുപക്ഷെ പി.വി. അൻവറിനെ കേട്ട ശേഷം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് മുഖ്യമന്ത്രി എത്തിയെന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രിയെ പി.വി. അൻവർ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയിൽ ഇതുവരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അത് സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളുണ്ട്, ഈ പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള അദ്ദേഹത്തിന്റെ ആരോപണമുണ്ട്, എടവണ്ണ റിദാൻ കൊലപാതകമുണ്ട്, അതിനപ്പുറത്തേക്ക് കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാനമുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്, ഈ മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന കാര്യങ്ങളെ അട്ടിമറിക്കുന്ന ചില നീക്കങ്ങൾ അത് പോലീസ് തലപ്പത്ത് നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും തന്റെ പക്കൽ തെളിവുണ്ട് എന്നുള്ളത് വളരെ കോൺഫിഡൻസിൽ പി.വി. അൻവർ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ പി.വി. അൻവർ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അങ്ങനെ അത് കേട്ട് അതിൽ എന്തെങ്കിലും തുടർ തീരുമാനങ്ങൾ എടുക്കുമോ, കടുത്ത തീരുമാനങ്ങളിലേക്ക് എടുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള രാഷ്ട്രീയ ആകാംക്ഷ. ഇതിൽ ഇപ്പോൾ KT ജലീൽ കൂടി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹവും മുഖ്യമന്ത്രിയെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? അൻവർ കാണുന്നതിന് മുമ്പ് KT ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ പരസ്പരം ചേർത്ത് വയ്ക്കേണ്ടതാണല്ലോ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല എന്ന് KT ജലീൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചു. അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്.
PV അൻവറിനുള്ള ഒരു പിന്തുണ എന്ന മട്ടിലൊക്കെ വിലയിരുത്തപ്പെടുകയും ചെയ്തു. അത്തരമൊരു ഘട്ടത്തിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഏതാനും മണിക്കൂറുകൾക്കോ മിനിറ്റുകൾക്കോ മുമ്പ് KT ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടോ എന്നതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ കണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചുമില്ല. സാധാരണ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിമുഖത കാട്ടാറുള്ളയാളല്ല KT ജലീൽ. പക്ഷേ ഇന്ന് അദ്ദേഹം മറുപടിയൊന്നും പറയാതെ പോയി. പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് രണ്ട് രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ എന്ന് തോന്നുന്നു, അല്ലേ? അക്കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട, നമുക്കൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇന്നലെ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന്, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. 2, അഴിമതിക്കാരെ തുറന്നു കാട്ടാൻ പോർട്ടൽ തുടങ്ങും. 3, മരണം വരെ CPM സഹയാത്രികനായി തുടരും. ഇത് 3മാണ് KT ജലീൽ പറഞ്ഞത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അബ്ദുറഹ്മാൻ കൂടി തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേരുടെയും, PV അൻവർ, KT ജലീൽ, അബ്ദുറഹ്മാൻ, ഇവർ 3 പേരുടെയും തിരുവനന്തപുരത്തേക്കുള്ള ഇന്നത്തെ വരവും അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് തുടരുന്നതും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അവരുടെ ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള വഴിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഇനിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, അതിന് കാരണമാകുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും സർക്കാരും CPM-ഉം പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, തെറ്റുതിരുത്തലിന് വേണ്ടിയിട്ടുള്ള നടപടികൾ CPM-ൽ തുടങ്ങിക്കഴിഞ്ഞു. EP ജയരാജനെ പോലുള്ള നേതാക്കളെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനമോ ലോക്കൽ സമ്മേളനമോ ഏരിയ സമ്മേളനമോ അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങൾക്ക് ഒരു വലിയ വഴിയുണ്ട്. പക്ഷേ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡയറക്ട് ടു ഹിറ്റ് മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ഫോർമുല മാറ്റങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നുള്ള സൂചനകൾ അത് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഭയക്കുന്ന, സംശയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്കിട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ കൊണ്ട് തന്നെ PV അൻവറിന്റെ ആരോപണം അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതെന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടതില്ല. ഏതായാലും ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും. KT ജലീലിന്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് സന്ദർശനം അതൊട്ടും ഒരു സാധാരണഗതിയിലോ അല്ലെങ്കിൽ സ്വാഭാവികമായ സന്ദർശനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി ഒരു പക്ഷേ കണ്ടു കാണുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഷഫീദ് തുടരുക. ഞാൻ ഷഫീദിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ഇപ്പോൾ ഇതുവരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അൻവറിനെ CPM-ൽ നിന്ന് ആരെങ്കിലും വിമർശിക്കുകയോ ആ നിലയിൽ മുന്നണിയിൽ നിന്ന് അത്തരമൊരു എതിർപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുകയോ ചെയ്തില്ല. ഇതാദ്യമായി പുതിയ LDF കൺവീനറുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു വിമർശനം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ഇത് ആദ്യം സർക്കാരിനെ അറിയിക്കണമായിരുന്നു, ഇത് സർക്കാരിനെ ആയിരുന്നു ആദ്യം അറിയിക്കേണ്ടത് എന്ന മട്ടിൽ ഒരു വിമർശനമാണ് ഇപ്പോൾ വരുന്നത്. ആരോപണം ഉന്നയിച്ചത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല. ആരോപണം പരിശോധിച്ച് വസ്തുത കണ്ടെത്തി മാത്രം നടപടി. CPM-നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് LDF കൺവീനർ പറയുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിൽ PV അൻവറിനോട് അതൃപ്തിയുണ്ട്. LDF കൺവീനർ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിവാദങ്ങൾക്കിടെ PV അൻവർ MLA മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ PV അൻവർ മുഖ്യമന്ത്രിക്ക് തെളിവ് കൈമാറിയേക്കും എന്നാണ് സൂചന. പക്ഷേ ഇക്കാര്യത്തിൽ LDF കൺവീനർ LDF-ന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് മുൻപ് അത് സർക്കാരിനെ അറിയിക്കേണ്ടതായിരുന്നു എന്നാണ് LDF കൺവീനർ ഇപ്പോൾ പറയുന്നത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും സെക്രട്ടേറിയറ്റിൽ നിന്നും. ഷഫീദ്, കൂടിക്കാഴ്ച തുടരുകയാണ്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ അത് ആ കൂടിക്കാഴ്ച, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഈ ഘട്ടത്തിൽ കൈമാറുമോ? അന്വേഷണം, ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ അൻവറിന് തൃപ്തിയുണ്ടോ, അതോ ഇവരെയൊക്കെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന നിലപാട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെയാണ് LDF കൺവീനർ LDF-ന്റെ നിലപാട് ഇക്കാര്യത്തിൽ പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് മുൻപ് PV അൻവർ ആരോപണങ്ങൾ സർക്കാരിനെ അറിയിക്കണമായിരുന്നു എന്നാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ല, ആരോപണങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്, തെറ്റുകൾ കണ്ടെത്തിയാൽ നടപടി എടുക്കുമെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല, തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും. അതാണ് കേരളത്തിൻ്റെ അനുഭവം, അതാണ് തുടർ
ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ദീപക്, ഇതുവരെ പരസ്യമായി ഏതെങ്കിലും ഒരു നേതാവ് PV അൻവറിന്റെ ഈ തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളോട് അതിനെ തള്ളി കളയുന്ന മറ്റുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അന്ന് തന്നെ പറഞ്ഞതെല്ലാം പരിശോധിക്കും എന്നതാണ്. അപ്പോൾ ഇതാദ്യമായി LDF കൺവീനർ പറയുന്നു അത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നില്ല, സർക്കാരിനെ അറിയിക്കണമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച അന്വേഷണം, ഈ ആരോപണ വിധേയരെ അവരവരുടെ പദവികളിൽ നിന്ന് മാറ്റാതെ ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവറിനെ തള്ളുന്നതിൻ്റെ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് നിരാകരിക്കുന്നതിൻ്റെ, അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, അത് തന്നെയാണ്. PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം എല്ലാം ശരിയാകണമെന്നില്ല. അതിൽ പരിശോധന നടക്കട്ടെ, വസ്തുതയാണെങ്കിൽ നടപടി ഉണ്ടാകും. അല്ലാതെ ആരോപിച്ചു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്നതാണ് ഇടതുമുന്നണിയുടെ നിലപാട് എന്ന് വളരെ കൃത്യമായി പറയുന്നു. മറ്റൊരു കാര്യം, മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത് ഇടതുമുന്നണിയുടെ ഒരു MLA ഇത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലാണോ പറയേണ്ടത് അതോ സർക്കാരിലാണോ എന്നുള്ള കാര്യത്തിൽ അതിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പരസ്യമായി അത്തരത്തിൽ, അതായത് ഒരു പരസ്യമായ വിഴുപ്പലക്കിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അൻവർ പറഞ്ഞ പരാതിയിലെ ആരോപണങ്ങളെ അതേപടി ശരിവെച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിമാറ്റത്തെക്കുറിച്ച് AK ശശീന്ദ്രൻ മന്ത്രിമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരമൊരു കാര്യം ഇടതുമുന്നണിയുടെ പരിഗണനയിൽ നിലവിലില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കിയത്. വിജയകുമാർ. യെസ്, ഇപ്പോൾ AK ബാലൻ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണം. സരിതയുടെ കോൾ വിശദാംശങ്ങൾ ഒരു IG വഴി പുറത്തുവിട്ടെന്ന് നിങ്ങളൊക്കെ ഓർക്കും. അതിൻ്റെ തിരിച്ചടി എന്നോണം IG-ക്കെതിരെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് അന്നത്തെ ഇന്റലിജൻസ് മേധാവി TP സെൻകുമാറിനെതിരെ അന്വേഷണം നടത്തിയതും ആരും മറന്നിട്ടില്ല. അപ്പം ഈ രൂപത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട സംഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ പോലീസിൽ നടന്നു. ആ പോലീസിനെ ആണിപ്പം VD സതീശൻ സ്കോട്ട്ലൻഡ് യാർഡിന് തുല്യമായ പോലീസ് ഭരണം ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നത്. പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 38 വർഷത്തിനിടയിൽ 31 അവാർഡുകൾ കേരളത്തിൻ്റെ പോലീസ് വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, കേരള പോലീസിലെ തിളങ്ങുന്ന സ്പോർട്സ് താരങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള സ്പോർട്സ് മത്സരങ്ങളിലടക്കം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മെഡലുകളും അവർ വാങ്ങി. 2017 പോലീസ് എക്സലൻസ് അവാർഡ് ജനമൈത്രി പോലീസിന് ലഭിച്ചു. 2018 ഏറ്റവും നല്ല 10 പോലീസ് സ്റ്റേഷനുകൾ ഇന്ത്യ രാജ്യത്തുള്ളതിൽ അതിലൊന്ന് വളപട്ടണം പോലീസാണ്. സ്റ്റുഡൻറ് പോലീസ്, അതുപോലെ തന്നെ ഹോപ്പ് പദ്ധതി, പിങ്ക് പോലീസ് പെട്രോൾ, ഇതിനൊക്കെ തന്നെ സ്കോച്ച് അവാർഡ്. അഴിമതിയില്ലാത്ത പോലീസ്, താരതമ്യേന അഴിമതി കുറഞ്ഞ ഇന്ത്യ രാജ്യത്തിലെ ഏക പോലീസ് കേരളത്തിലാണ്. 2021 ഇന്ത്യ പോലീസ് ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള സർവേയിൽ അത് സൂചിപ്പിക്കുന്നത്. വിവിധ പ്രതിരോധ പ്രവർത്തനത്തിന്, അതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും ജനങ്ങളെ രക്ഷിക്കുന്നതിനും ആശങ്കയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്നതിനും കേരളത്തിലെ പോലീസ് കാട്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ട PV അൻവർ ചില പരാതികൾ ഉയർത്തിയിട്ടുണ്ട്. അത് DGP അന്വേഷിക്കുന്നു, അത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ മാതൃകാപരമായ തീരുമാനമെടുക്കും. കേരളത്തിലെ പോലീസ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസിനെ പ്രശംസിക്കുകയാണ്, പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം. നേരത്തെ LDF കൺവീനർ ഈ ആരോപണങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത് പാർട്ടിയിൽ സർക്കാരിനെ അറിയിക്കലായിരുന്നു, മാധ്യമങ്ങളോടായിരുന്നില്ല പറയേണ്ടതെന്ന് അൻവറിനെ തിരുത്തുന്നു. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായ PV അൻവറിന്റെ ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അൻവറിന്റെ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി
ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിൻ്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്. അല്ല, കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ഞാൻ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടല്ലോ. ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസി കൈമാറണം. എന്ത് അന്വേഷണമാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ നടത്തുന്നത്? ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്കെതിരെ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ വെച്ചിട്ട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ? റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.